20കളും 30കളും കടന്നുപോയതുപോലെയല്ല 40കളും 50കളും കടന്നുപോകുന്നത്. അത് പല സ്ത്രീകൾക്കും വ്യത്യാസപ്പെട്ടിരിക്കും. എങ്കിലും പ്രധാനമായിട്ടും ഏറ്റവും അധികം ഹോർമോണൽ ചേഞ്ച് ശരീരത്തിൽ സംഭവിക്കുന്ന മെനോപോസിനോട് അടുക്കുന്ന കാലഘട്ടമാണ് 40കളിൽ കൂടി കടന്നുപോകുന്ന സ്ത്രീകൾ. മുമ്പെല്ലാം 48, 49 എന്നീ ഏജുകളിലാണ് മെനോപോസ് സംഭവിച്ചിരുന്നത് എങ്കിൽ ഇപ്പൊ പലപ്പോഴും അത് 42, 43 എന്നുള്ള ഏർലി 40സിൽ കൂടി പലർക്കും മെനോപോസിലേക്ക് കടന്നു പോവുകയാണ്. മുൻപുള്ളതിനേക്കാൾ വളരെ പെട്ടെന്ന് ദേഷ്യം വരിക, ചെറിയ കാര്യത്തിന് പോലും സങ്കടമായാലും ദേഷ്യമായാലും വളരെ ഹൈപ്പർ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോ കുട്ടികളാണെങ്കിൽ അമ്മ എന്തിനാണ് ഇത്ര ഹൈപ്പർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യം തിരിച്ചു ചോദിക്കത്തക്ക രീതിയിൽ റിയാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സന്ദർഭങ്ങളും നമ്മൾ പല ലേഡീസും വന്ന് പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും അത് അവരുടെ ആ ഒരു പ്രശ്നം കൊണ്ടല്ല അങ്ങനെ വരുന്നത്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൽ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ പകുതിയോളം പ്രശ്നങ്ങൾ ഇവരുടെ ഈ ഹോർമോണൽ തകരാറ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ച് അല്പം മെഡിസിൻസും അതിന്റെ ഒപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്പം കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെനോപോസ് പീരീഡും നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളി ഗ്രേസ്ഫുള്ളി ഏജ് ചെയ്യാന്ന് പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുള്ളി തന്നെ കടന്നു പോകാൻ വേണ്ടി സാധിക്കും. പലർക്കും ഈ ഒരു മാറ്റം വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു ഘടകമാണ്. നമ്മൾ അറിയുന്നില്ല എന്താണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സംഭവിക്കുന്നത് എന്നുള്ളത്. എല്ലാവരും ജോലി തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അമ്മ അല്ലെങ്കിൽ സോക്കോൾഡ് ആളെന്ന് പറയുന്നത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവുന്ന പല അവസ്ഥ പല വീടുകളിലും കാണാറുണ്ട്. കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തിയിരുന്ന നമ്മൾ നമുക്കൊരു വയ്യായ വരുമ്പോൾ ഒരു ദിവസം കിടന്നു പോയാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വീട്ടുകാര് വളരെയധികം നിസ്സഹകരിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും പലപ്പോഴും കേൾക്കും. അത് ഇവർക്ക് മാനസികമായി വളരെയധികം വിഷമം ഉണ്ടാക്കും. മുമ്പ് ഇതുപോലെ ചെയ്തിരുന്നപ്പോൾ ഇത്രയും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ മുമ്പത്തേക്കാൾ കൂടുതൽ നമുക്കൊരു വർത്ത്ലെസ്നെസ്സോ അല്ലെങ്കിൽ എന്റെ തന്നെ ഒരു വാല്യൂ വല്ലാതെ കുറഞ്ഞു പോകുന്നു, എനിക്കൊരു റോൾ ഇല്ലാത്ത രീതിയിലായിത്തീരുന്നു എന്നുള്ള ഒരു വിഷമമൊക്കെ പലപ്പോഴും അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഇതിലിപ്പോ എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന സമയത്തിന്റെയും കരുതലിന്റെയും ഒരംശം അവനവന് വേണ്ടി കൂടി മാറ്റിയേക്കുക. നമ്മൾ വലിയ മോട്ടിവേഷണൽ കോട്സ് ആയിട്ടൊക്കെ ഒരുപാട് ഇത് കേൾക്കാറുണ്ട്. അതുപോലെയല്ല, നമ്മുടെ നിത്യജീവിതത്തിലും ഒരു ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മാറ്റി അതിൽ ഒരു അംശം അവനവന് വേണ്ടി കൂടി മാറ്റിവെക്കുക. അവനവന്റെ ശാരീരികവും മാനസികവും ഇമോഷണൽ ആയിട്ടും കൂടി ഉള്ള ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് അത് മാറ്റിവെക്കുന്നത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസും ഒരു സന്തോഷവും ഈവൻ നമ്മുടെ ഹോർമോണൽ ലെവലിലും അത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കും.